സുഹൃത്തുക്കളെ, ഇന്ന് ഇടുക്കി ജില്ലയിലാണ് ഉള്ളത്. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ഇല്ലിക്കൽ കല്ല്, അതുപോലെ ഇലവീഴ പൂഞ്ചിറ, അവിടത്തെയൊക്കെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് പോയത് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഇടുക്കി ഡാം കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇടുക്കി ഡാമിലേക്ക് നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടി, ഏതാണ്ട് 3.5 കിലോമീറ്റർ കൂടി പോകണം. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ കാണുന്ന ആ വഴിയിൽ കൂടിയാണ് നമുക്ക് അവിടേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. എന്തിനാണ്? ബോട്ടിങ്ങിന് പോകാൻ ആഗ്രഹമുള്ളവർ ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ മുമ്പോട്ട് പോകാവൂ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് ഇവിടം വരെ വീണ്ടും വരേണ്ടി വരും. ഇവിടെ നിന്നുമാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല. അവിടെ കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം നമ്മൾ നേരെ ഡാമിൽ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇടുക്കി ഡാമിലേക്കുള്ള പ്രവേശന സമയം കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ 4:30 മുമ്പായിട്ട് നമ്മൾ എത്തണം. അതിനുള്ള ടിക്കറ്റ് ഓൺലൈനിലാണ് കിട്ടുന്നത്. ഓൺലൈനിൽ എടുത്തതിന് ബാക്കി വരുന്ന ടിക്കറ്റുകൾ മാത്രമേ നമുക്ക് ഇവിടെ വിതരണം ചെയ്യുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അതുമാത്രമല്ല, സമയവും കഴിഞ്ഞിരിക്കുന്നു. 5 മണി കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് അടുത്ത് തന്നെയുള്ള ഹിൽ വ്യൂ പാർക്ക് ഒന്ന് കാണാമെന്ന് കരുതി. മനോഹരമായ ഒരു പാർക്കാണ്. ധാരാളം സഞ്ചാരികളൊക്കെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മിക്കവരും ഇടുക്കി ഡാമിൽ കയറാൻ പറ്റാത്തവരായിരിക്കാം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്നാലും വളരെ മനോഹരമായ ഒരു പാർക്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും മുകളിലോട്ട് കയറി ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം വേണം നമുക്ക് പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് കുട്ടികൾക്കും അതുപോലെ സീനിയർ സിറ്റിസണും 15 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അഡൽട്ടിന് 25 രൂപയാണ്. അതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി 200 രൂപ അടയ്ക്കണം. സ്റ്റിൽ ക്യാമറയ്ക്ക് 100 രൂപ. വെഡ്ഡിംഗ് ഷൂട്ട് ചെയ്യുന്നതിന് 1200 രൂപ. ആൽബം ഷൂട്ട് ചെയ്യുന്നതിന് 6000 രൂപ. ഫിലിം ഷൂട്ട് ചെയ്യുന്നതിന് 10000 രൂപ. ഈ റേറ്റാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ പാർക്കിൻ്റെ അവിടെ എത്തി. മനോഹരമായ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. വളരെ നല്ല ഒരു വ്യൂ ആണ് ഇവിടെ നിന്നും ഡാമിൻ്റെ കാണാനുള്ളത്. നമുക്ക് ഡാമിന് മുകളിൽ കൂടി കയറാൻ കഴിഞ്ഞില്ലെങ്കിലും മനോഹരമായ ഒരു കാഴ്ച ഇവിടെ നിന്നും ആസ്വദിക്കാൻ കഴിഞ്ഞു. കുറാവൻ, കുറത്തി മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഇടുക്കി ആർച്ച് ഡാമിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഫാമിലിയോടൊപ്പം ഒക്കെ വന്നിരിക്കാനുള്ള മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അടുത്ത് തന്നെയായിട്ട് അഡ്വഞ്ചർ പാർക്കും ഒക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്. നിങ്ങൾക്ക് അവിടെയൊക്കെ സമയം ചെലവഴിക്കാം. നമ്മൾ ഈ കുറച്ച് ലേറ്റായാണ് ഇവിടെ എത്തിയത് കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് കാണാനുള്ള സമയം നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചു. പാർക്കിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നേരം ഒന്ന് ചെലവഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പം നിങ്ങൾ ഈ ഭാഗത്ത് കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ, ഇടുക്കി ഡാം കാണാനായിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കണ്ടിരിക്കുക. മനോഹരമായ ഒരു ലൊക്കേഷനാണ്, നല്ലൊരു പാർക്കാണ്. നിങ്ങൾ തീർച്ചയായും ഇവിടെ വരിക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.